സൂം ഡെസ്റ്റിനി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ഉദ്ദേശിച്ചതല്ല. എന്നാൽ വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ച് ഞാൻ മുൻപ് ചെയ്ത വീഡിയോയിൽ ഒരു കറക്ഷനുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇന്ന് ചെയ്യുന്നത്. എല്ലാ വീഡിയോസും വിഴിഞ്ഞത്തെക്കുറിച്ചാകുമ്പോൾ ബോറിംഗ് ആകുമെന്നറിയാം. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക ചുമതലയിലുള്ളവർ കാര്യങ്ങൾ വ്യക്തമായി പറയാതെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ മനസ്സിൽ സംശയമുണ്ടെങ്കിൽ പോലും അവർ പറയുന്നതിനനുസരിച്ചുള്ള വീഡിയോ ചെയ്തു പോകും. മറ്റൊന്നുമല്ല, വിഴിഞ്ഞത്ത് ട്രയൽ റണ്ണിന് ആദ്യമായി വരുന്ന കപ്പൽ മദർഷിപ്പ് തന്നെയാണെന്നും അത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കപ്പലാണെന്നുമൊക്കെയാണ് ചുമതലപ്പെട്ടവർ പോലും പറഞ്ഞിരുന്നത്. മയേഴ്സ്ക് എന്ന ഡാനിഷ് കമ്പനിയുടെ സാൻ ഫെർണാൻഡോ എന്ന കപ്പലാണ് ആദ്യമായി വരുന്നത്. അത് ചൈനയിൽ നിന്നും വിഴിഞ്ഞത്തെ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കപ്പൽ മലാക്ക കടലിടുക്കിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കപ്പലിനെ മദർഷിപ്പിൻ്റെ കാറ്റഗറിയിൽ പെടുത്താമോ എന്നറിയില്ല. 300 മീറ്റർ നീളവും 48 മീറ്റർ വീതിയുമുള്ള 9100ഓളം TEU കപ്പാസിറ്റിയുള്ള കപ്പലാണിത്. വിഴിഞ്ഞത്ത് ക്രെയിനുകളുമായി വന്ന ഷെൻഹുവ സീരീസിലെ കപ്പലുകളേക്കാൾ വലുതാണ്. ഷെൻഹുവ കപ്പലുകൾ ഓരോന്നും ഏകദേശം 245 മീറ്റർ നീളവും 42 മീറ്റർ വീതിയുമുള്ളവയായിരുന്നു. സാൻ ഫെർണാൻഡോയെ 2015 ദക്ഷിണ കൊറിയൻ കമ്പനിയായ ദേവു ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് മറൈൻ എഞ്ചിനീയറിംഗ് ആണ് നിർമ്മിച്ചത്. ഔദ്യോഗിക ഉദ്ഘാടനത്തിന് ULCV വിഭാഗത്തിൽപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകളൊന്നിനെ തന്നെയാവും എത്തിക്കുക. കാരണം അതൊരു മെഗാ ഇവൻ്റാണ്. അതിന് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകളിൽ ഒന്നിലെങ്കിലും എത്തിച്ചില്ല എങ്കിൽ ആ ഇവൻറ്റിൻ്റെ പൊലിമ നഷ്ടപ്പെടും. ഇനി സാൻ ഫെർണാൻഡോയുടെ ഗ്രൂപ്പിൽപ്പെടുന്ന മറ്റൊരു കപ്പലിനെ കാണാം. വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലാണിത്. ഒരു കണ്ടെയ്നറിനെ ഷിപ്പിൽ നിന്നും ഷിപ്പ് ടു ഷോർ ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തി യാർഡിൽ നിൽക്കുന്ന ട്രക്കിൻ്റെ പ്ലാറ്റ്ഫോമിൽ വയ്ക്കുന്നത് കാണാം. വിഴിഞ്ഞത്ത് അദാനി എന്നതുപോലെ വല്ലാർപാടം ദുബായ് പോർട്സ് എന്ന DP വേൾഡാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. കണ്ടെയ്നർ ട്രക്കിൻ്റെ പ്ലാറ്റ്ഫോമിൽ ഇറക്കി. SM മണാലി എന്ന ഈ കപ്പലിൻ്റെ പിറകിൽ കിടക്കുന്ന കപ്പലിനെ കണ്ടോ? കപ്പലിൽ നിന്നും ഇറക്കിയ കണ്ടെയ്നറുമായി ട്രക്ക് യാർഡിലേക്ക് പോകുന്നു. പിറകിൽ യാർഡ് ക്രെയിനുകളെ കാണാം. SM മണാലി എന്നാണ് ഈ കപ്പലിൻ്റെ പേര്. ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത 222.5 മീറ്റർ നീളവും 32.5 മീറ്റർ വീതിയുമുള്ള കപ്പലാണിത്. ഇതാണ് കപ്പലിൻ്റെ ബ്രിഡ്ജ് എന്ന ഭാഗം. ഇവിടെ നിന്നാണ് കപ്പലിനെ നിയന്ത്രിക്കുന്നത്. കപ്പലിൻ്റെ ക്യാപ്റ്റൻ ഇവിടെ കാണും. ഒരു ടഗ് കപ്പലിനടുത്തേക്ക് വരുന്നു. SM മണാലി എന്ന കപ്പലിൻ്റെ പിറകിൽ കിടക്കുന്ന കുറച്ചുകൂടി വലിയ കപ്പലിനെ കണ്ടോ? ഇതാണ് MSC ബ്രിട്ടാനി. 300 മീറ്റർ നീളവും 48 മീറ്റർ വീതിയുമുള്ള ഒരു കണ്ടെയ്നർ ഷിപ്പ്. പോർട്ടുകളിൽ രജിസ്റ്റർ ചെയ്തതാണ്. ഈ കപ്പലും നിർമ്മിച്ചിരിക്കുന്നത് സൗത്ത് കൊറിയയിലെ ദേവു ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് മറൈൻ എഞ്ചിനീയറിംഗ് കമ്പനിയാണ്. ആ സ്പീഡ് ബോട്ടും കപ്പലും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? ടഗ് കപ്പലിനടുത്തേക്ക് വരുന്നു. MSC ബ്രിട്ടാനി യാത്ര പുറപ്പെടാൻ തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, വിഴിഞ്ഞത്ത് ട്രയൽ റണ്ണിന് വരുന്ന സാൻ ഫെർണാൻഡോ എന്ന കപ്പലും ഇതേ സൈസ് ഉള്ളതാണ്.
കപ്പലിനെ തുറമുഖത്ത് ബന്ധിപ്പിച്ചിരിക്കുന്ന വടത്തിലെ ആ മഞ്ഞ ബോർഡുകൾ പോലുള്ളത് എലികൾ കപ്പലിൽ കയറാതിരിക്കാനാണ്. വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിൽ കണ്ടെയ്നറുകൾ സ്റ്റാക്കപ്പ് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ മാസം MSC മാര എന്ന 364 മീറ്റർ നീളവും 51 മീറ്റർ വീതിയുമുള്ള 16,000 TEUവിന് താഴെ കപ്പാസിറ്റിയുള്ള ഒരു കണ്ടെയ്നർ വെസൽ വല്ലാർപാടത്ത് വന്നിരുന്നു. അതുപോലെ 2020 ഡിസംബറിൽ മയേഴ്സ്ക് എഡിൻബറോ എന്ന 366.5 മീറ്റർ നീളവും 48.5 മീറ്റർ വീതിയുമുള്ള മറ്റൊരു കണ്ടെയ്നർ ഷിപ്പും വന്നിട്ടുണ്ടായിരുന്നു. MSC മാരായ്ക്ക് മയേഴ്സ്ക് എഡിൻബറോയേക്കാൾ 2.5 മീറ്റർ നീളം കുറവായിരുന്നു. എന്നാൽ MSC മാരായ്ക്ക് മയേഴ്സ്ക് എഡിൻബറോയേക്കാൾ 3.5 മീറ്റർ വീതിയും കൂടുതലുണ്ടായിരുന്നു. ഇവ രണ്ടുമാണ് വല്ലാർപാടത്ത് വന്നിട്ടുള്ള ഏറ്റവും വലിയ കപ്പലുകൾ. നമ്മൾ ഈ കാണുന്ന MSC ബ്രിട്ടാനി ഇപ്പോൾ ഇക്വഡോറിലെ ഗ്വായാക്വിൽ തുറമുഖത്ത് നങ്കൂരമിട്ടിരിക്കുകയാണ്. ഇത് ഞാൻ 2-3 മാസം മുമ്പ് എടുത്ത വീഡിയോ ആണ്. ഈ കപ്പലാണ് സാധാരണയായി വല്ലാർപാടത്ത് വരുന്ന വലുത്. ഇന്ത്യയിൽ ഇതുവരെ വന്നിട്ടുള്ള ഏറ്റവും വലിയ കപ്പൽ MSC അന്നയാണ്. അതും കഴിഞ്ഞ മാസം അദാനി പോർട്സിൻ്റെ തന്നെ മുന്ദ്ര പോർട്ടിലാണ് വന്നത്. മുന്ദ്ര പോർട്ടിൽ വരുമ്പോൾ MSC അന്നയിൽ ഏകദേശം 16,000 TEU കണ്ടെയ്നേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ. MSC അന്നയുടെ കപ്പാസിറ്റി 20,000 TEU അടുപ്പിച്ച് വരും. MSC അന്ന ULCS വിഭാഗത്തിൽപ്പെട്ട കപ്പലാണ്. മൂന്നാമതൊരു ടഗ് കൂടി കപ്പലിനടുത്തേക്ക് പോകുന്നു. സാധാരണ 3 ടഗുകൾ ചേർന്നാണ് കപ്പലിനെ വലിക്കുന്നത്. സാധാരണയായി ടഗുകളുടെ സഹായത്തോടെ കപ്പലുകൾ പുറംകടലിൽ നിന്ന് പോർട്ടിലേക്ക് വരുമ്പോഴും തിരിച്ച് പോർട്ടിൽ നിന്ന് പുറംകടലിലേക്ക് പോകുമ്പോഴും കപ്പലിൻ്റെ യഥാർത്ഥ ക്യാപ്റ്റനിൽ നിന്നും തുറമുഖത്ത് നിന്നും കപ്പലിലേക്ക് പോകുന്ന ഒരു ക്യാപ്റ്റൻ ചാർജ് ഏറ്റെടുക്കും. ഈ ക്യാപ്റ്റനായിരിക്കും കപ്പലിൻ്റെ സുരക്ഷാ ചുമതല. ഇന്ത്യയിലേക്ക്, അതായത് മുന്ദ്ര തുറമുഖത്തേക്ക് വന്ന ഏറ്റവും വലിയ കപ്പലായ MSC അന്ന ഇപ്പോൾ കൊളംബോ പോർട്ടിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. MSC അന്ന കഴിഞ്ഞ മാസം തന്നെ പാകിസ്ഥാനിലെ കറാച്ചി പോർട്ടിലും അടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴും കപ്പലിൽ ഏകദേശം 16,000 TEU അടുപ്പിച്ചുള്ള കണ്ടെയ്നേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഫുൾ കപ്പാസിറ്റിയിൽ കറാച്ചി പോർട്ടിലും അടുപ്പിക്കാൻ പറ്റില്ല. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പായ MSC ഐറിനയുടെ നീളം 399.9 മീറ്ററും വീതി 61.5 മീറ്ററുമാണ്. MSC ഐറിനയുടെ ക്ലാസ്സിൽ വരുന്ന കപ്പലുകളുടെ മാക്സിമം കപ്പാസിറ്റി 24,346 TEU ആണ്. പുറംകടലിലേക്ക് തിരിക്കാൻ സമയമായപ്പോൾ തുറമുഖത്തു നിന്നുള്ള ക്യാപ്റ്റൻ കപ്പലിലേക്ക് വരുന്നു. കപ്പലിനുള്ളിലേക്ക് കയറുന്നു. ടഗുകൾ കപ്പലിനെ വലിച്ചു നീക്കാൻ കപ്പലിനടുത്തേക്ക് വരുന്നു. 2-3 ടഗുകൾ ചേർന്നാൽ ഫുള്ളി ലോഡഡ് ആയിട്ടുള്ള കപ്പലിനെ പോലും വലിച്ചു മാറ്റാനും വലിച്ചുകൊണ്ട് പോകാനും പറ്റും. ഇപ്പോൾ പറഞ്ഞ MSC ഐറിന ഉൾപ്പെടെ ഏത് കപ്പലിനെയും വിഴിഞ്ഞത്ത് അടുപ്പിക്കാൻ പറ്റും. പിന്നെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഏറ്റവും താഴെയറ്റത്തുള്ള തന്ത്രപരമായ സ്ഥാനം, ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് റൂട്ടിനോട് ഏറ്റവും അടുത്തുള്ള സ്ഥാനം, ഇവയൊക്കെയാണ് വിഴിഞ്ഞം പോർട്ടിനെ ഇന്ത്യയിലെ മറ്റു തുറമുഖങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. വിഴിഞ്ഞത്തേക്ക് സാൻ ഫെർണാണ്ടോ വരുന്ന ദിവസം, അതായത് ജൂലൈ 12-ാം തീയതി പൊതുജനങ്ങൾക്ക് പോർട്ടിൽ പ്രവേശനം ഉണ്ടായിരിക്കും എന്നാണ് അറിഞ്ഞത്. കപ്പലിൽ പ്രവേശനമില്ല. ഏതായാലും ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖമായി വിഴിഞ്ഞം തുറമുഖം വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കൂടാതെ ചാനൽ സന്ദർശിക്കുകയും വേണം.
അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ എത്തുന്നതുവരെ ഗുഡ് ബൈ.